Okay, dear students, today we are trying to find out one of the important question: how the British East India Company expand their territory in India. Okay, anyway, we are going to a map Compare the analysis. two maps. In the map titled India 1797, notice that only the eastern and northeastern parts of India were under the British rule, while the rest of India was ruled by the princely states, kingdoms of independent princes and kings. However, by 1857, most of the areas came under the British, including South and North India. See, ഇതാണ് ഈ മാപ്പിന്റെ ഒരു അനാലിസിസ്. ഈ രണ്ട് ഇയറുകളിലായിട്ട് ഇന്ത്യയുടെ ഏതൊക്കെ പോർഷൻസിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതെങ്ങനെ സംഭവിച്ചു, അതിലേക്കാണ് നമ്മൾ പോവുക. In 1651, with the permission of the Mughal Emperor Jahangir, the East India Company set up its first factory on the banks of river Hooghly in Okay, the British East India Company established the first factory in 1651 with the permission of Mughal Emperor Jahangir. Okay, Bengal. Over a period of time, the company acquired zamindari rights and the rights to trade duty-free in Bengal through a farman, a royal order issued by the Mughal Emperor Aurangzeb. see, we already studied about this topic. After some time, the company collected zamindari rights or a farman. Farman എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. That means a royal order. ഇങ്ങനെ ഒരു റോയൽ ഓർഡർ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കളക്ട് ചെയ്യുന്നു ഫ്രം ദ മുഗൾ എംപറർ ഔറംഗസേബ്. ഈ റൈറ്റിന്റെ പിൻബലത്തിൽ അവർക്ക് ബംഗാൾ റീജിയനിൽ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വിത്തൗട്ട് ടാക്സ് അവർക്ക് ബിസിനസ്സുകൾ ചെയ്യാൻ, ഫാക്ടറികൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള പെർമിഷൻ അവർക്ക് കിട്ടുന്നു. The company used a combination of methods, such as wars, alliances, and annexations, only when it saw a threat to its political or economic interests from Indian states. Okay, the company officials established their territory in all over India with the help of different methods, see, such as wars, alliances. അവരെല്ലായിടത്തും ഒരേപോലെ പോയി നേരിട്ട് വാർ നടത്തുകയോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുകയോ ചെയ്യുകയായിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ അവരെ അലയൻസസ് ക്രിയേറ്റ് ചെയ്തു, ചില സ്ഥലങ്ങളിൽ അവർ വളരെ തന്ത്രപൂർവ്വം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ചില മൂവ്മെന്റുകളിലൂടെ അങ്ങനെ പല മെത്തേഡുകളിൽ കൂടി അവർ ഇന്ത്യൻ സ്റ്റേറ്റ് ഓരോന്നോരോന്നായിട്ട് ക്യാപ്ചർ ചെയ്തു. The second trend was the appointment of residents in various Indian states by the company. Okay, ഇതാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്ത രണ്ടാമത്തെ ഒരു മെത്തേഡ്. they were appointed of residence means ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലായിട്ടുള്ള റെസിഡൻസുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവരുടെ ചില ഒഫീഷ്യൽസിന്റെ റെസിഡൻസുകൾ അത് തന്നെ അവരുടെ കമ്പനി ഓഫീസുകളായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഈ റെസിഡൻസുകൾക്ക് ആ സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കാനായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അലൗ ചെയ്തു. ആസ് എ റിസൾട്ട് ഈ റെസിഡൻസുകളാണ് പലപ്പോഴും പല ഡിസിഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ ഇമ്പോർട്ടൻ്റ് പോസ്റ്റുകളിൽ ആരെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്, പിന്നെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സെന്റർ ആയിട്ട് ഈ റെസിഡൻസുകൾ മാറി. Besides appointing residents, the company also adopted policies such as subsidiary alliance. Subsidiary alliance was implemented by Lord Wellesley, who was the Governor General of India from 1798 to 1805. ഓക്കെ, ലോർഡ് വെലസ്ലി ഇംപ്ലിമെന്റ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലയൻസ് റൂൾ ആയിരുന്നു സബ്സിഡിയറി അലയൻസ്. ഇത് ഇന്ത്യയുടെ ലോക്കൽ റൂളേഴ്സിനെ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് ആക്കുകയും അവരുടെ പൊളിറ്റിക്കൽ പവർ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്ത ഒരു റൂളാണ് സബ്സിഡിയറി അലയൻസ്. സി, we can move to the details of this alliance. According to the subsidiary alliance, Indian rulers were not allowed to maintain their own armies but had to maintain British troops in their states. Okay, ഇതായിരുന്നു ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റഡ് പോയിന്റ്. The Indian rulers were not allowed to maintain their own armies. See,
ഇന്ത്യൻ റൂളേഴ്സിന് അവരുടെ ഓൺ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യാതൊരു റൈറ്റും ഇല്ല എന്ന് മാത്രമല്ല, ദെൻ മെയിൻറ്റെയിൻ ബ്രിട്ടീഷ് ട്രൂപ്സ് ഇൻ ദെയർ സ്റ്റേറ്റ്സ്. അവരുടെ സ്റ്റേറ്റുകളിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ട്രൂപ്സിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആർമിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായ ഒരു ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇന്ത്യൻ ലോക്കൽ റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ദെൻ അവർ കൊടുക്കുന്നൊരു ഓഫർ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുന്ന ഓഫർ ഇതാണ്: ഈ ലോക്കൽ റൂളേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങൾ, ഈ ഡിനാസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോഴ്സിന് അല്ലെങ്കിൽ അവരുടെ പോലീസിന് അല്ലെങ്കിൽ അവരുടെ ആർമിക്കാണ് എന്ന രീതിയിലേക്ക് വരുന്നു. ദേ ഓഫർഡ് the protection of the local rulers. After some times, most of the Indian local rulers accept this alliance. ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ അലയൻസുകൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോഴേക്കും മിക്ക രാജ്യങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഈ അലയൻസിൽ ഒപ്പുവെച്ചു. Indian rulers who were forced to join the company under subsidiary alliance were given the security that they would be protected against any outside attack. Okay. See, outside അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മിക്ക ലോക്കൽ റൂളേഴ്സും ഈ അലയൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. The company took the path of direct confrontations with smaller kingdoms, such as Travancore, Mysore and Surat, which it saw as a threat as to its political and economic interests. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ചില ലോക്കൽ റൂളേഴ്സും അവരുടെ ഡിനാസ്റ്റുകളുമായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മൈസൂർ. Mysore emerged as one such powerful state in South India under the leadership of Hyder Ali and Tipu Sultan. Hyder Ali was the commander of the ruler of Mysore, Chikka Krishna Raj. Chikka Krishna Raj was weak, and Hyder Ali usurped the throne of Mysore in 1761. Okay. കൃഷ്ണരാജ് അവിടുത്തെ എംപറർ, അവിടുത്തെ റൂളർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചീഫായിരുന്ന ആർമി ചീഫായിരുന്ന ഹൈദർ അലി അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ പൊസിഷനിലേക്ക് എത്തുന്നു. The growing political strength of Mysore under able rulers such as Hyder Ali irked the company and led to the Anglo-Mysore Wars. Okay. ഹൈദർ അലിയുമായിട്ട്, മൈസൂറിന്റെ ത്രോൺ കീഴടക്കിയ ഹൈദർ അലിയുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാറുകളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏർപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വൺ ആംഗ്ലോ മൈസൂർ വാർ ഫസ്റ്റ്, ദെൻ ആംഗ്ലോ മൈസൂർ വാർ സെക്കൻഡ്. ഈ 2 വാറുകളിലായിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഹൈദർ അലിയും ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യുക. Hyder Ali died fighting in the Second Anglo-Mysore War, leaving his son Tipu Sultan to fight with the company. This war ended without anybody being declared victorious, and a treaty was signed after that. Okay, സെക്കൻഡ് വാറിൽ ഹൈദർ അലി കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താൻ മൈസൂറിന്റെ എംപററായിട്ട് അല്ലെങ്കിൽ റൂളറായിട്ട് വരുന്നു. അദ്ദേഹമാണ് പിന്നീട് ഇത് ഫോളോ ചെയ്യുന്നത്. എനിവേ, ഈ സെക്കൻഡ് വാറിന്റെ എൻഡ് എന്ന് പറയുന്നത് വിത്തൗട്ട് എനിബഡി ബീയിങ് ഡിക്ലെയർഡ് വിക്ടോറിയസ്, ആർക്കും പ്രത്യേകിച്ച് ഒരു വിക്ടറി നേടാനായിട്ട് വിജയിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു ഈക്വൽ പൊസിഷനിലാണ് സെക്കൻഡ് വാർ എൻഡ് ചെയ്യുന്നത്. എനിവേ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരുന്നു ടിപ്പു സുൽത്താന്റെ രാജ്യഭരണം. Under Tipu Sultan's rule, Mysore was transformed into a powerful kingdom. Tipu Sultan issued orders to merchants to discontinue trade with the company. He stopped the export of sandalwood, pepper and cardamom from the Malabar coast. Okay, Tipu Sultan controlled all business in between the Indian merchants and ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എല്ലാ ബിസിനസ്സുകളും അദ്ദേഹം കൺട്രോൾ ചെയ്തു. ആവശ്യമില്ലാത്ത പല ബിസിനസ്സുകളും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള പല ബിസിനസ്സുകളും അദ്ദേഹം ബ്ലോക്ക് ചെയ്തതിനു ശേഷം മറ്റ് യൂറോപ്യൻ കൺട്രികളുമായിട്ട് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയൊരു ക്ഷീണമായിട്ട് മാറി. During the Third Anglo-Mysore War, Lord Cornwallis, the Governor-General at that time, entered into an alliance with Tipu Sultan's rivals, the Marathas and the Nizams of Hyderabad. അങ്ങനെ തേർഡ് വാറിലേക്ക് വരുന്നു. ആംഗ്ലോ മൈസൂർ വാർ തേർഡിലേക്ക് വരുമ്പോൾ
അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഗവർണർ അദ്ദേഹം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ്, ഹി മേക്ക് അലയൻസ് വിത്ത് മറാത്താസ് ആൻഡ് നിസാംസ് ഓഫ് ഹൈദരാബാദ്. നിസാംസ് ദാറ്റ് മീൻസ് റൂളേഴ്സ്. ഹൈദരാബാദിലെ റൂളേഴ്സും മറാത്ത റൂളേഴ്സുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു അലയൻസ്ഡ് ഗ്രൂപ്പാണ് ടിപ്പു സുൽത്താനെ അറ്റാക്ക് ചെയ്യുന്നത്, മൈസൂറിനെ അറ്റാക്ക് ചെയ്യുക. Their joint force defeated Tipu Sultan and 2 of his sons were taken hostage by the company. Tipu Sultan was forced to give away most of his territories to the company and retreat to his capital, Srirangapattam. ഓക്കെ, ഈ യുദ്ധത്തിൽ, ഈ വാറിൽ അദ്ദേഹത്തിൻ്റെ 2 മക്കളെയൊക്കെ അവരെ പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മൂവ് ബാക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറ്റാക്ക് ചെയ്തു. Tipu Sultan died fighting and defending his capital. അതിനുശേഷം ഈ 3rd വാറിന് ശേഷം ഒരു 4th വാർ കൂടി ഉണ്ടാകുന്നുണ്ട്. 4th വാർ ഇങ്ങനെയുണ്ടായ ആംഗ്ലോ മൈസൂർ 4th വാറിൽ വെച്ചാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു വലിയ മൂവ്മെന്റ് നടത്തിയ മൈസൂർ സുൽത്താൻ ടിപ്പു സുൽത്താനും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഒരു സൗത്ത് ഇന്ത്യയിൽ കൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ റൂളിംഗ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചു. Okay, dear students, these are the different methods which followed by the British government for the establishment of their territory in India. Thank you for watching this class. Thank you.